മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷ പരിപാടികൾക്കായി അണിഞ്ഞൊരുങ്ങി അമൃതപുരി. ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത മാതാ അമൃതാനന്ദമയി ദേവി മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷവേളയിൽ ആദരവുമായി സംസ്ഥാന സർക്കാരും. അല്പസമയത്തിനകം ചടങ്ങ് ആരംഭിക്കും. എം മനോജ് ചേർന്നുകൊണ്ട്. മനോജ്, ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ ഏതുവരെയായി? വിഷ്ണു, ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു വേദി തന്നെയാണ് ഒരുങ്ങിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ സത്സംഗം ഉണ്ടാകും. അതിനുശേഷമാകും അമ്മ വേദിയിലേക്ക് എത്തുക. മാതാ അമൃതാനന്ദമയി ദേവിയെ ഭക്തരെല്ലാം ചേർന്ന ഈ വേദിയിലേക്ക് ആനയിക്കും. തുടർന്ന് ഹാരാർപ്പണമാകും നടക്കുക. അതിനുശേഷം ഈ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി സ്വാഗതം പറഞ്ഞ ശേഷം അമ്മയ്ക്ക് ഹാരാർപ്പണം ചെയ്തും അതിനുശേഷമാണ് ഈ സർക്കാരിൻ്റെ ഒരു ആദരവ് ഉണ്ടാകുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ ലോകത്തെയാകെ തന്നെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തതിൻ്റെ രജത ജൂബിലി ആഘോഷം കൂടെയാണ്. ഈ ജന്മദിനത്തോടനുബന്ധിച്ച് തന്നെ നാളെയാണ് ജന്മദിനം വരുന്നത്. ഈ ജന്മദിനത്തോടനുബന്ധിച്ച് തന്നെ ഈ രജത ജൂബിലി ആഘോഷം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് മന്ത്രി സജി ചെറിയാനും അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാരെത്തി മാതാ അമൃതാനന്ദമയി ദേവിക്ക് ആദരവ് അർപ്പിക്കുന്നത്. എന്തായാലും നാളെ നടക്കുന്ന ഈ ജന്മദിനാഘോഷ പരിപാടികളെല്ലാം വിപുലമായി തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. ഈ വേദിയിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അതിഥികൾ എത്തിച്ചേരും. അതിനു മുൻപായി തന്നെ മാതാ അമൃതാനന്ദമയി ദേവി ഇങ്ങോട്ടേക്ക് എത്തും. തുടർന്ന് ഭജനയടക്കം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ അമൃതപുരി വിശ്വവിദ്യാപീഠത്തിലാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എന്തായാലും ഈ സർവകലാശാല ക്യാമ്പസിൽ വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ, അതോടൊപ്പം തന്നെ 1 ലക്ഷം പേർക്ക് ഇരിക്കുവാനുള്ള സംവിധാനമാണ് ഈ വലിയൊരു പന്തലിൽ ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും ഭക്ഷണവും വൈദ്യസഹായവും അടക്കം എല്ലാം നൽകുന്നുണ്ട്. എന്തായാലും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇങ്ങോട്ടേക്ക് ഈ നാളെയോടുകൂടി എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ അടക്കം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വിശിഷ്ട അതിഥികളും അതോടൊപ്പം തന്നെ നിരവധി ഭക്തരും എത്തും. എന്തായാലും ഈയൊരു സുദിനം, അതായത് സെപ്റ്റംബർ 27 എന്നുള്ളത് വലിയ തരത്തിലൊരു ആഘോഷമാക്കുകയാണ് അമൃതപുരി. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ ചടങ്ങിൽ നിരവധി പേർ, ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ആശ്രമത്തിലെ അന്തേവാസികളും പ്രദേശവാസികളും ഭക്തരുമടക്കം നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വേദിക്ക് മുന്നിലുള്ള ഈ കസേരകളൊക്കെ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങുകൾക്ക് തുടക്കമാകും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആഘോഷം, അതിനോടൊപ്പം തന്നെ സേവന പ്രവർത്തനങ്ങളുടെ അടക്കം പ്രഖ്യാപനം ഉണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു അമൃത സർവകലാശാലയ്ക്കടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ വിശ്വവിദ്യാപീഠത്തിന് ലഭിച്ചിട്ടുള്ള യുനെസ്കോയുടെ അംഗീകാരമടക്കം നമുക്കറിയാം. നേരത്തെയും അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു അംഗീകാരം കൂടെ ലഭിച്ച ഒരു കാലത്തിലൂടെയാണ് ഈ ഒരു ജന്മദിനം ആഘോഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു സജി ചെറിയാനും അതോടൊപ്പം തന്നെ മന്ത്രി KN ബാലഗോപാൽ, അതോടൊപ്പം തന്നെ MLA ആയിട്ടുള്ള CR മഹേഷ്, കരുനാഗപ്പള്ളി ഇവിടെയുള്ള ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉമാ തോമസും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BJP നേതാവായിട്ടുള്ള KS രാധാകൃഷ്ണൻ അടക്കം ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു ദിവസം ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങളുടെ തിരക്ക് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഈ ഒരു ജന്മദിന ആഘോഷ പരിപാടികളുടെ അണിയറയിലും പ്രവർത്തിക്കുന്നത്. അവരിപ്പോഴും അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കുന്ന ചടങ്ങ് വിപുലമായി ഇവിടെ ഒരുപാട് പേര് എത്തുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ. എന്തായാലും നാളെ പുലർച്ചെ നടക്കുന്ന ഗണപതി ഹോമം, അത് 72 ഗണപതി ഹോമമാണ് നടക്കുക. കാരണം 72ാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ 72 ഗണപതി ഹോമം, അതിനുശേഷം സത്സംഗം, പിന്നീട് വിശ്വശാന്തി പ്രാർത്ഥനയും ഭജനയും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും അതോടൊപ്പം ഈ സ്വാശ്രയ സംഘങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടി ഇവിടെ വസ്ത്രം വിതരണവും അടക്കം സമൂഹ വിവാഹമടക്കമാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ജന്മദിന
ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മെഗാ ശുചീകരണ യജ്ഞം ലോകമെമ്പാടുമുള്ള ഈ ഭക്തരെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ കൊണ്ടുമൊക്കെ ഇത്തരത്തിലൊരു യജ്ഞം നടത്തിയിരുന്നു. അതിനുശേഷം കുട്ടികൾക്കായുള്ള ശസ്ത്രക്രിയ സൗജന്യമായി തന്നെ, ഹൃദ്രോഗത്തിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയ, അതോടൊപ്പം മറ്റ് ശസ്ത്രക്രിയകൾക്കും സൗജന്യമായി, അതായത് കൊച്ചി അമൃത ആശുപത്രി സൗജന്യമായി നൽകിയിരുന്നു. എന്തായാലും ഈയൊരു ദിനം അത് വളരെയധികം സേവനവും സ്നേഹവും കാരുണ്യവും ഒക്കെ പകർന്നു നൽകുന്ന നിമിഷങ്ങളാണ്, ദിനങ്ങളാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഐക്യരാഷ്ട്രസഭയിലെ ആ വാക്കുകൾ, അതുതന്നെയാണ് സ്നേഹവും കാരുണ്യവുമൊക്കെ ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ട് മാതാ അമൃതാനന്ദമയി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ. ഈ ഒരു അമൃതയുടെ പേരിൽ ഉള്ള സ്ഥാപനങ്ങളടക്കം നിരവധി ആശുപത്രികളായാലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എല്ലാ തരത്തിലുമുണ്ടായിട്ടുള്ള സേവനങ്ങളുമൊക്കെ ഇതിൽ എടുത്തു കാണിക്കേണ്ടതാണ്. എന്തായാലും ഈ ഒരു ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്ന അതിഥികൾ പോലും അത് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. അതായത് വിശ്വശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, വിശ്വശാന്തി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം അമൃതപുരിയിലെ ഒരുപാട് അന്തേവാസികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. മനോജ സൂചിപ്പിച്ചതുപോലെ അമൃതപുരി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്തായാലും അമ്മയുടെ സന്ദേശത്തിനായി കാത്തിരിക്കുകയാണ് ഭക്തരും. മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.